എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, പബ്ലിക് എക്സാമിനേഷൻ അതുപോലെ തന്നെ സേ അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷാ ഫലങ്ങൾ മെയ് 22-ാം തീയതി വൈകുന്നേരം 3 മണിയോടെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏകദേശം 4 മണിയോടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുക ജൂൺ മാസത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ നിങ്ങളുടെ +2വിൻ്റെ പരീക്ഷാഫലം വന്ന ശേഷം, അതായത് 22-ാം തീയതി റിസൾട്ട് വരികയാണെങ്കിൽ ഏകദേശം ഒരു 23-ാം തീയതിയോടെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +2വിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ +2വിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ റീവാലേഷൻ, അതുപോലെ സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് മാർക്ക് കൂടും എന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊക്കെ അപേക്ഷ സമർപ്പിക്കാം. അതായത് റീവാലേഷനൊക്കെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് +2വിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഇവിടെ രജിസ്ട്രേഷൻ എപ്പോഴാണ്, ആർക്കൊക്കെ രജിസ്ട്രേഷൻ ചെയ്യാം, എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഫീസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ള നിബന്ധന എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറയുന്നത് 2025 വർഷത്തെ 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ 2025-ലെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനാകൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങൾ ഈ വർഷത്തെ 2025-ലെ +2 പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിനേഷനിൽ റെഗുലർ വിഭാഗത്തിലോ അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ടോ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒന്നുകിൽ നിങ്ങൾ +1 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ +2വിൻ്റെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, അതല്ലെങ്കിൽ +2വിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ റെഗുലർ വിഭാഗത്തിലായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, +1 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഇതിന് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അവരുടെ 2ാം വർഷം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൻ്റെ രജിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വിദ്യാർത്ഥി കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ +1 രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥി രജിസ്ട്രേഷൻ ചെയ്ത സെയിം സബ്ജക്റ്റ് +2വിൻ്റെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. അതുപോലെ തന്നെ +2വിൻ്റെ സബ്ജക്റ്റിന് മാത്രം രജിസ്ട്രേഷൻ ചെയ്ത ഒരു വിദ്യാർത്ഥി കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലാണ് രജിസ്ട്രേഷൻ ചെയ്തതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ഏത് സബ്ജക്റ്റാണോ രജിസ്ട്രേഷൻ ചെയ്തത് ആ ഒരു സെയിം സബ്ജക്റ്റ് +1ൻ്റേത് കൂടി രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. അതായത് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 2 വർഷത്തേക്കുള്ള രജിസ്ട്രേഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു +1ൻ്റെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത ആ ഒരു വിദ്യാർത്ഥിക്ക് +2വിൻ്റെ ഈ ഒരു സേ പരീക്ഷ കൂടി രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം ലഭ്യമാവുന്നത്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആരൊക്കെയാണ് ഈ ഒരു സേ പരീക്ഷ എഴുതേണ്ടത്, ആരൊക്കെയാണ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ സേ പരീക്ഷ എഴുതേണ്ടത് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരൊക്കെയാണ് ഏതൊക്കെ സബ്ജക്റ്റുകൾക്കാണ് തോറ്റിട്ടുള്ളത് അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് ഈ ഒരു സേ പരീക്ഷ എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു സേ പരീക്ഷ എഴുതാനായിട്ട് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കമ്പൈൻഡ് സ്കോർ അല്ലെങ്കിൽ ഗ്രാൻഡ് ടോട്ടലായിട്ട് 2 വർഷത്തെ സ്കോർ നൽകിയതിൽ നിങ്ങൾ ആ ഒരു സ്കോർ നോക്കുക. അപ്പോൾ സ്കോർ നോക്കുന്ന സമയത്ത് ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉള്ള വിദ്യാർത്ഥികളാവും, ചില വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുടെ മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ TE മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം, ഇതാണ് പരീക്ഷയുടെ മാർക്ക്. ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, അതേസമയം ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു TE മാർക്ക്, അത് പരീക്ഷയുടെ മാർക്ക് ഉണ്ടാവും, ഇതിനോടൊപ്പം തന്നെ ഗ്രേസ് മാർക്ക് കൂടി ഉണ്ടാവും. അത് GM എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, അതാണ് ഗ്രേസ് മാർക്ക്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഇല്ലെങ്കിൽ TE മാർക്ക് മാത്രം നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ TE മാർക്കും ഗ്രേസ് മാർക്കും ഉൾപ്പെടെ നോക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഗ്രാൻഡ് ടോട്ടലിൽ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 2 വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം 120 മാർക്കിൽ വരും. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് 36 മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അത് 160-ലാണ് വരിക. ടോട്ടൽ നിങ്ങൾക്ക് 48 മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ഇതോടൊപ്പം ഈ ഒരു TE മാർക്കിനോടൊപ്പം ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ ഈ ഒരു 36, 48 കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിന് കിട്ടാതെ ഉണ്ടെങ്കിൽ ആ ഒരു ഏതൊക്കെ സബ്ജക്റ്റുകളാണോ 60 മാർക്കിൻ്റെതിൽ 36 കിട്ടാത്തത്, 80 മാർക്കിൻ്റെതിൽ ഗ്രാൻഡ് ടോട്ടലിൽ 48 കിട്ടാത്തത്, അപ്പോൾ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളാണ് സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഏതൊക്കെ സബ്ജക്റ്റാണെന്ന് നോക്കാം. ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വർഷത്തെ റെഗുലർ വിഭാഗം വിദ്യാർത്ഥികളാണ്, അതായത് ആദ്യമായിട്ട് +2 പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു വിഷയം ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്, റെഗുലർ വിഭാഗത്തിൽ ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ കമ്പാർട്ട്മെൻറ്റിലായാലും റെഗുലർ വിഭാഗമായിരുന്നാലും സേ പരീക്ഷയാണ് എഴുതേണ്ടി വരിക. ഇനി വിദ്യാർത്ഥികൾക്ക് അടുത്ത നിബന്ധന നമുക്ക് നോക്കാം. അതായത് ഈ ഒരു 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് ഉപരിപഠനത്തിന് യോഗ്യത നേടാത്ത വിദ്യാർത്ഥികൾക്ക് അവർ യോഗ്യത നേടാത്ത എല്ലാ വിഷയങ്ങൾക്കും ചുവടെ പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് സേ പരീക്ഷ എത്ര എഴുതാം, ഇംപ്രൂവ്മെൻറ്റ് എത്ര എഴുതാമെന്ന് പറയാം. സേ പരീക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 6 വിഷയം വേണമെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിനാണോ ഈ ഒരു 36, 48 കിട്ടാത്തത് ആ ഒരു എല്ലാവിധ സബ്ജക്റ്റും നിങ്ങൾക്ക് സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. ഇനി ഇംപ്രൂവ്മെൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയം മാത്രമേ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒന്നിലധികം സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു DHSCയുടെ സ്പെഷ്യൽ ഓർഡർ ലഭിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി നിങ്ങൾക്ക് എത്ര അത് ഈ ഒരു പരീക്ഷയ്ക്ക് എത്ര രൂപയാണ് ഫീസ് എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സേ പരീക്ഷയ്ക്ക് 150 രൂപയാണ് നിങ്ങൾ തിയറി മാത്രമേ എഴുതുന്നുള്ളെങ്കിൽ സബ്ജക്റ്റിന് ഫീസ് വരുന്നത്. അതുപോലെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. അതായത് 150 രൂപയാണ് ഈ ഒരു പ്രാക്ടിക്കൽ
ഇല്ലാതെ തിയറി മാത്രമായിട്ട് എഴുതുന്നുണ്ടെങ്കിൽ വരിക. അതുപോലെ 175 രൂപ പെർ സബ്ജക്റ്റ് ആണ് അത് പ്ലസ് 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസാണ് ഈ ഒരു പ്രാക്ടിക്കൽ ഉൾപ്പെടെ നിങ്ങൾ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ വരിക. ഇനി പ്രാക്ടിക്കൽ മാത്രമാണ് എഴുതുന്നതെങ്കിൽ 25 രൂപ പെർ സബ്ജക്റ്റ് ആണ് വരിക. ഇതോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഫീസ് വരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെൻ്റ് ആണെങ്കിൽ ഒരു വിഷയമാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. അതിന് 500 രൂപ ആണ് വരിക. 500 രൂപ പ്ലസ് അതുപോലെ തന്നെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. ഗവൺമെൻറ് ഓർഡറോ അല്ലെങ്കിൽ DHSCയുടെ സ്പെഷ്യൽ ഓർഡറോ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒന്നിലധികം സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ എങ്ങനെയാണ് നൽകേണ്ടത്, അതുപോലെ തന്നെ എപ്പോഴാണ് നൽകേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ, അതായത് ഒരു വിദ്യാർത്ഥി ചോദിച്ചായിരുന്നു സെയിം ഇംപ്രൂവ്മെൻറ്റും ഒരു വിദ്യാർത്ഥിക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ളത്. സെയിം ഇംപ്രൂവ്മെൻറ്റും ഒരു വിദ്യാർത്ഥിക്ക് എഴുതാൻ പറ്റില്ല. ഈ ഒരു പരീക്ഷയുടെ പേര് തന്നെ ഓർ ഇംപ്രൂവ്മെൻ്റ് ആണ്. അതായത് ഒന്നുകിൽ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. നിങ്ങൾ ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ്, അതുപോലെ ജയിക്കാതെ തോറ്റിട്ടുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ പരീക്ഷയാണ് എഴുതേണ്ടി വരിക. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ എങ്ങനെയാണ് നൽകുന്നത് എന്നുള്ളതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മറ്റ് നിബന്ധനകൾ നമുക്ക് നോക്കാം. അതായത് CE, TE, PE എന്നിവയിൽ സ്കോർ കരസ്ഥമാക്കുകയും, അത് CE എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ഇവാലുവേഷൻ, TE എന്ന് പറയുമ്പോൾ പരീക്ഷയുടെ മാർക്ക്, PE എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ മാർക്ക് എന്നിവയിൽ സ്കോർ കരസ്ഥമാക്കുകയും എന്നാൽ D+ ഗ്രേഡ് നേടാനാകാതെ വരികയും ചെയ്ത വിദ്യാർത്ഥികൾക്ക് TE മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് മാത്രമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ CE, TE, PE സ്കോറുകൾ ഉള്ള പരീക്ഷാർത്ഥിക്ക് TEക്ക് മാത്രമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് D+ ഗ്രേഡോ അതിൽ കൂടുതലോ നേടാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥിക്ക്, അതായത് D ഗ്രേഡോ E ഗ്രേഡോ ഒക്കെ ആണ് ഓവറോളായിട്ട് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. ഇനി രണ്ടാമത്തെ നിബന്ധനയായിട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് CE, TE, PE സ്കോറുകൾ ഉള്ള വിദ്യാർത്ഥികൾക്ക് TEക്ക് മാത്രമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു C+ ആയിരുന്നാലും C ആയിരുന്നാലും അല്ലെങ്കിൽ D+ ആയിരുന്നാലും നിങ്ങൾക്ക് ചിലപ്പോൾ TE മാർക്ക് ജയിക്കാൻ വേണ്ട ഈ ഒരു 2 വർഷത്തെ 36, 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 48 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് മറ്റേ CE അതുപോലെ തന്നെ പ്രാക്ടിക്കലിൻ്റെ മാർക്ക് എന്നിവയൊക്കെ കൂട്ടുന്ന സമയത്ത് ചിലപ്പോൾ C+, Cയും D+ ഒക്കെ ഉണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് TE മാർക്കിനത്തിൽ ഈ ഒരു 36, 48 കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് തോൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു D+ ഗ്രേഡോ അതിന് മുകളിലൊക്കെ ആയിരിക്കും ഗ്രേഡ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ രണ്ടാമത്തെ നിബന്ധന കൊടുത്തിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് 36, 48 കിട്ടിയിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക്, അതായത് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ആ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ CE, TE സ്കോറുകളുള്ള വിദ്യാർത്ഥികൾക്ക് PEക്ക് മാത്രം ആബ്സെൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് പ്രാക്ടിക്കൽ എക്സാമിന് മാത്രമായിട്ട് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. എന്നാൽ അതേ വിഷയത്തിൽ TEക്ക് മാത്രമായിട്ട് മിനിമം സ്കോർ നേടിയിരിക്കണം. അതായത് നിങ്ങൾ ഈ ഒരു +2വിൻ്റെ പരീക്ഷ, അതായത് ഈ ഒരു മാർച്ച് മാസത്തിൽ നടക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ പ്രാക്ടിക്കൽ പരീക്ഷ വിവിധ സയൻസ് അതുപോലെ തന്നെ കൊമേഴ്സ് കോമ്പിനേഷനുകൾക്കും കമ്പ്യൂട്ടർ സയൻസ് കോമ്പിനേഷനുകൾക്കൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കലിൻ്റെ പരീക്ഷ എഴുതാനുള്ള അവസരമാണിത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു അതായത് തിയറി പേപ്പറിൽ നിങ്ങൾക്ക് 36 മാർക്ക് 2 വർഷം കൂടി കിട്ടിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതിയിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കലിന് മാത്രമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ആ ഒരു പ്രാക്ടിക്കലിൻ്റെ പരീക്ഷ മാത്രം എഴുതിയാൽ മതി. എന്നാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് TE മാർക്കിനത്തിൽ 2 വർഷത്തെ TE മാർക്കിനത്തിൽ 36 മാർക്ക് ഉണ്ടായിരിക്കണം. അതായത് അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ ആണെങ്കിലും നിങ്ങൾക്ക് ഒരു 36 ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി, അതായത് ഈ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അത് പ്രാക്ടിക്കൽ പരീക്ഷ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും എഴുതിയിട്ടുണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ തോൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ എഴുതാതെ, അതായത് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ആബ്സെൻ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ആ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ 2ാം വർഷ റെഗുലർ പരീക്ഷ എഴുതിയിട്ടുള്ള, അതായത് 2ാം വർഷ പരീക്ഷ എഴുതിയിട്ടുള്ള റെഗുലർ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ സ്കോർ മെച്ചപ്പെടുത്തുന്നതിന് തുടർന്ന് വരുന്ന ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കും രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതായത് പരീക്ഷയോടൊപ്പം തന്നെയാണ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഒരു സബ്ജക്റ്റ് മാത്രമാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാക്കിയിട്ടുള്ളത്. എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ DHSCയുടെ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒന്നിലധികം സബ്ജക്റ്റ് ഈ ഒരു പരീക്ഷയോടൊപ്പം തന്നെ നടക്കുന്ന ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു സമയം, അതായത് ഒരേ സമയം പരീക്ഷയ്ക്കും ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കും പങ്കെടുക്കാൻ പറ്റുന്നതല്ല. അതായത് നിങ്ങൾക്ക് ഒന്നുകിൽ പരീക്ഷ എഴുതാം, അതല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ്, ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു പരീക്ഷ മാത്രമേ എഴുതാനായിട്ട് പാടുള്ളൂ. ഇനി ഇതിൻ്റെ അപേക്ഷ എങ്ങനെയാണ് നൽകേണ്ടത് എന്ന് പറയാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ +2വിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ ഗ്രാൻഡ് ടോട്ടലായിട്ട് സ്കോർ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് TE മാർക്ക്, അതുപോലെ തന്നെ CE മാർക്ക്, അതുപോലെ തന്നെ PE മാർക്ക്, അതുപോലെ തന്നെ GM ഗ്രേസ് മാർക്ക്, അതുപോലെ തന്നെ ടോട്ടൽ, ഈ ഒരു രീതിയിലാണ് കോളം ഗ്രാൻഡ് ടോട്ടലിൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് അവിടെയൊന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. എന്നാൽ ഗ്രേസ് മാർക്ക് ഉള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് എത്ര മാർക്കാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്, ഗ്രേസ് മാർക്കിനത്തിൽ ഓരോ സബ്ജക്റ്റിനും ഉള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നിങ്ങൾക്ക് TE മാർക്ക് എത്രയാണോ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നോക്കുക. അതുപോലെ ചില വിദ്യാർത്ഥിക്ക് ഗ്രേസ് മാർക്ക് ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് അവിടെ നോക്കേണ്ടതില്ല, TE മാർക്ക് മാത്രം നോക്കുക. അപ്പോൾ ഈ ഒരു TE മാർക്ക് മാത്രം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 36 മാർക്കോ 48 മാർക്കോ കിട്ടിയിട്ടുണ്ടോ, അതായത് ഈ ഒരു 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 2 വർഷം കൂടി 36 കിട്ടിയിട്ടുണ്ടോ, 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 2 വർഷം കൂടി ടോട്ടൽ 160ലാണ് മാർക്ക് വരിക, 160ൽ 48 മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കാം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും സബ്ജക്റ്റുകൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റുകളാണെങ്കിൽ ഈ ഒരു
+2 സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ ഒരു ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ ഈ ഒരു 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 2 വർഷം ഏകദേശം 120 മാർക്ക് വരിക. അപ്പോൾ 120 നിങ്ങൾക്ക് 36 കിട്ടിയിട്ടുണ്ടോ, അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റാണ് 2 വർഷത്തേക്ക് ഏകദേശം, അതായത് ഒരു 160 വരിക. അപ്പോൾ 160 48 കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ കിട്ടാതെ ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ജയിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ റെഗുലർ വിഭാഗത്തിലാണ് ജയിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ അപേക്ഷ എന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ എന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങൾക്കറിയാം മെയ് 22-ാം തീയതിയോടെ നിങ്ങളുടെ +2 റിസൾട്ട് വരും. അപ്പോൾ ഈ ഒരു +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം തൊട്ടടുത്ത ദിവസം തന്നെ +2 സേ പരീക്ഷയ്ക്കുള്ള സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ ക്ഷണിക്കും. ഏകദേശം ഒരു മെയ് 23-24 ആ ഒരു ഡേറ്റോടെ നിങ്ങൾക്ക് സേ പരീക്ഷയ്ക്കുള്ള ആ ഒരു രജിസ്ട്രേഷൻ ആരംഭിക്കും. രജിസ്ട്രേഷൻ ആരംഭിച്ച് ഏകദേശം ഒരു 7 ദിവസം വരെയാണ് വിദ്യാർത്ഥികൾക്ക് പേ കൂടാതെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക. പേ കൂടാതെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പേയോടുകൂടി വിവിധ തരം ഘട്ടങ്ങളിൽ അപേക്ഷകൾ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചിട്ടില്ല, ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് 2 വർഷം കൂടി 36 48 കിട്ടിയിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഏതൊക്കെ സബ്ജക്റ്റുകളാണോ അത്, ചില സമയത്ത് അതിന് നിങ്ങൾക്ക് ഒരു C+, CO, D+ ഒക്കെ കിട്ടിയിട്ടുണ്ടാകും. സാധാരണ അതിൽ D+, C+, CO കിട്ടിക്കഴിഞ്ഞാൽ ജയിച്ചു എന്നാണ് കരുതുക. എന്നാൽ ഇവിടെ ഈ ഒരു TE മാർക്ക്, അതായത് മിനിമം സ്കോർ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് TE മാർക്കിനത്തിൽ നിങ്ങൾക്ക് 36 48 കിട്ടിയിട്ടുണ്ടോ ഗ്രാൻഡ് ടോട്ടൽ എന്ന് നോക്കുക. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് അർഹതയുള്ള വിദ്യാർത്ഥികൾ ഒരു TE മാർക്കും ഗ്രേസ് മാർക്കും ഉൾപ്പെടെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 36, അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 2 വർഷം കൂടി 48 ഉണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് സേ പരീക്ഷ ചെയ്ത് ജയിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റാണോ തോറ്റുള്ളത് ആ ഒരു സബ്ജക്റ്റിൻ്റെയൊക്കെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള സബ്ജക്റ്റുകൾ ഇപ്പോൾ സേ പരീക്ഷ ചെയ്ത് ജയിക്കാവുന്നതാണ്. അപ്പോൾ സേ പരീക്ഷയ്ക്കായിട്ട് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഒരു ഫോം കിട്ടും. അത് നിങ്ങൾ ഈ ഒരു +2 പരീക്ഷയ്ക്ക് എവിടെയാണോ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിൽ നിന്നും നിങ്ങൾക്കൊരു ഫോം കിട്ടും. അപ്പോൾ ആ ഒരു ഫോം വാങ്ങി ഫില്ല് ചെയ്യുക. അതിൽ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കണം. അതുപോലെ തന്നെ ഒരു വിഷയത്തിന് എത്ര രൂപയാണ് ഫീസ് വരുന്നത്, അതനുസരിച്ച് നിങ്ങൾ എത്രത്തോളം വിഷയം എഴുതുന്നുണ്ടോ, അതായത് ഈ ഒരു എത്രത്തോളം വിഷയം നിങ്ങൾ സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത്രയും വിഷയം നിങ്ങൾക്ക് സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. ഇപ്പോൾ 6 വിഷയം നിങ്ങൾ ജയിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു 6 വിഷയവും വേണമെങ്കിൽ ഈ ഒരു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. എന്നാൽ ഒരു വിഷയം മാത്രമാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും സ്പെഷ്യൽ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഒന്നിലധികം സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനുശേഷം +1 അല്ല ഈ ഒരു +2 സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ നിങ്ങൾ നൽകുകയും ചെയ്യണം. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ നൽകേണ്ടത് നിങ്ങൾ ഈ ഒരു +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിലാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഈ ഒരു ഫോം വാങ്ങി ഫില്ല് ചെയ്ത് അതിൽ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച് എത്ര വിഷയമാണോ നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതുന്നത്, അത് പ്രാക്ടിക്കലാണോ അല്ലെങ്കിൽ തിയറി പരീക്ഷയാണോ എന്നുള്ള കൃത്യമായിട്ട് ഈ ഒരു അപേക്ഷയിൽ മെൻഷൻ ചെയ്യുകയും ഈ ഒരു ഫീസ് അടച്ച ശേഷം നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതുമാണ്. അതിൽ ഈ ഒരു അപേക്ഷയോടൊപ്പം നിങ്ങളുടെ +2 റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട്, അതുപോലെ അപേക്ഷ ഫോം ഫില്ല് ചെയ്ത് അതിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ ഒട്ടിച്ചത്, അതുപോലെ തന്നെ അപേക്ഷാ ഫീസ് എന്നിവയാണ് ഈ ഒരു സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷനായിട്ട് നൽകേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകുക. ഡേറ്റ്, അതായത് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള ആ ഒരു ഡേറ്റ് കഴിയുന്നതിന് മുന്നോടിയായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കണം. കാരണം ഓരോ ഡേറ്റ്, അത് നിശ്ചിത ദിവസം കഴിയുന്നതിനനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾ പേയോടുകൂടി മാത്രമായിരിക്കും അപേക്ഷ സമർപ്പിക്കേണ്ടി വരിക. സാധാരണത്തിൽ ഒരു 7 ദിവസത്തോളം പേ കൂടാതെ അപേക്ഷ സ്വീകരിക്കും. അതിനുശേഷം പിന്നീട് വരുന്ന ഒരു നിശ്ചിത ദിവസം വരെ 20 രൂപ ഫൈൻ വാങ്ങിക്കും. പിന്നീടും ആ ഒരു നിശ്ചിത ഡേറ്റ് കഴിയുന്നതിന് ശേഷം വീണ്ടും നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ 20 രൂപ പ്ലസ് അതുപോലെ തന്നെ 5 രൂപ പെർ ഡേ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ ഒരു പേയോടുകൂടി അപേക്ഷ സമർപ്പിക്കണം. ഇതിനുശേഷം പിന്നീട് ഒരു നിശ്ചിത ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് 600 രൂപയായിരിക്കും ഫൈൻ ഉണ്ടാവുക. അതായത് ഇതിനോടൊപ്പം നിങ്ങൾ എത്ര രൂപയാണ് പരീക്ഷാ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് അതനുസരിച്ച് 600 രൂപ ഫൈനോടുകൂടി അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതായത് പേ കൂടാതെയുള്ള ഡേറ്റിനുള്ളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ തന്നെ ഈ ഒരു നിശ്ചിത രജിസ്ട്രേഷൻ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നീട് സ്കൂളിൽ നിന്ന് ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണോ തോറ്റിട്ടുള്ളത് ആ ഒരു എല്ലാവിധ സബ്ജക്റ്റുകളും നിങ്ങൾ ഈ ഒരു സേ പരീക്ഷയ്ക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പ്രാക്ടിക്കൽ എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമായിരിക്കും ഒരു ക്വസ്റ്റ്യൻസ് എന്താണ് വരിക, ഏത് വർഷത്തെ ക്വസ്റ്റ്യൻ ആണ് വരിക, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ, അത് മുൻപ് നിങ്ങൾ +2 പരീക്ഷ ചെയ്തപ്പോൾ ഉള്ള സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ നടക്കുക ഒന്നുകിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്കൂളുകളിലായിരിക്കും. അതായത് തൊട്ടടുത്തെന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് സ്കൂളാണോ +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിൽ തൊട്ടടുത്തുള്ള മറ്റേതെങ്കിലും സ്കൂളുകളിൽ വെച്ചിട്ടായിരിക്കും പരീക്ഷ ഉണ്ടാവുക. അതായത് ഏകദേശം ഒരു 3 സ്കൂളുകളെ ക്ലബ്ബുകളാക്കി അതിൽ ഏതെങ്കിലും ഒരു സ്കൂളിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ നടക്കുക. പ്രാക്ടിക്കൽ പരീക്ഷ ഏകദേശം ജൂൺ ആദ്യവാരത്തോടെ അല്ലെങ്കിൽ മെയ് ലാസ്റ്റോടെ തന്നെ പ്രാക്ടിക്കൽ പരീക്ഷ നടക്കുന്നതാണ്. അപ്പോൾ പ്രാക്ടിക്കൽ പരീക്ഷയുടെ സേ പരീക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലിൻ്റെ പരീക്ഷ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ മാത്രമേ ഈ ഒരു പ്രാക്ടിക്കൽ പരീക്ഷയുടെ സേ പരീക്ഷ എഴുതേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്കൂളിലായിരിക്കും ഈ ഒരു എക്സാം സെൻറ്റർ ഉണ്ടാവുക. കൃത്യമായിട്ട് നിങ്ങൾ അത് എപ്പോഴാണ് ഇതിൻ്റെ പരീക്ഷ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വിദ്യാർത്ഥികൾ അപേക്ഷ ഓൾറെഡി ഈ ഒരു
അടുത്ത ആഴ്ചയോടെ നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ നൽകിയ ശേഷം നിങ്ങൾ പ്ലസ് ടുവിൻ്റെ ഈ ഒരു സേ പരീക്ഷയായിട്ട് ഈ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തിയറി പരീക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള നിങ്ങളുടെ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു സ്കൂളിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ആ ഒരു പരീക്ഷയും പോയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏകദേശം ജൂൺ പകുതിയോടെയാണ് ഈ ഒരു പരീക്ഷ ഉണ്ടായിരിക്കുക. ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് തന്നെ കിട്ടുന്നതാണ്. പ്രാക്ടിക്കൽ പരീക്ഷ ഉള്ളവർക്ക് ഏകദേശം നേരത്തെ തന്നെ ഈ ഒരു ഹോൾ ടിക്കറ്റ് കിട്ടുകയും നിങ്ങൾക്ക് പരീക്ഷ കൃത്യമായിട്ട് എഴുതാവുന്നതും ആണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്. അപ്പോൾ സേ പരീക്ഷയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് 2 എന്നും അതുപോലെ ഇംപ്രൂവ്മെൻ്റ് ആണ് എഴുതുന്നതെങ്കിൽ നമ്പർ ഓഫ് ചാൻസ് 1 എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം നിങ്ങൾ ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ നേരത്തെ എത്ര പ്രാവശ്യം ഈ ഒരു പരീക്ഷ ജയിക്കാനായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് നമ്പർ ഓഫ് ചാൻസ് കൂടുന്നത് ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയും ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും ഒരേ ടൈം ടേബിൾ പ്രകാരമാണ് നടക്കുക. അതുപോലെ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഉണ്ടാവുക. അതുപോലെ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ സേ എഴുതുന്ന വിദ്യാർത്ഥിക്കും ഇംപ്രൂവ്മെൻറ്റ് എന്ന വിദ്യാർത്ഥിക്കും സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉണ്ടാവുക. പരീക്ഷയുടെ ഫീസും അതുപോലെ നമ്പർ ഓഫ് ചാൻസിലെ വ്യത്യാസവും മാത്രമാണ് ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇംപ്രൂവ്മെൻ്റ് ആണ് എഴുതുന്നതെങ്കിൽ നിങ്ങളുടെ ഏറ്റവും മികച്ച സ്കോർ ആയിരിക്കും പരിഗണിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ചെയ്ത ശേഷം അതിൻ്റെ റിസൾട്ട് വരുന്നത് ഏകദേശം ജൂലൈ മാസത്തോടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പ്ലസ് ടുവിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് പ്ലസ് ടു റിസൾട്ട് വന്ന ശേഷം ഉടൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഏതെങ്കിലും സബ്ജക്റ്റിൽ നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ സേ പരീക്ഷ എഴുതുക, ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുക. അതുപോലെ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ റീവാലേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കായിട്ടുള്ള അപേക്ഷകളും സമർപ്പിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.